Hello, welcome to market discussion of the day. Today, 17th of April 2025, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പുതിയൊരു ബാച്ച് ഈ ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ഫ്രീ ആയിട്ട് നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന പുതിയൊരു ബാച്ച് അടുത്ത ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ദയവ് ചെയ്ത് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ അത് മാത്രമല്ല, നമ്മളുടെ 1 മന്ത് നീണ്ടു നിൽക്കുന്ന ഒരു പെയ്ഡ് പ്രോഗ്രാം, ഓക്കെ, 9,999 റുപ്പീസിൻ്റെ ഒരു പെയ്ഡ് പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ചൊവ്വാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് ഈസ്റ്റർ പ്രമാണിച്ചിട്ടുള്ള ഒരു ഓഫറാണ് ആക്ച്വലി 9,999 എന്ന് പറയുന്നത്. സോ അതിനുശേഷം റേറ്റ് കൂടും. സോ അത് ഈ 1 മന്ത് നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം പഠിക്കണം എന്നുള്ള ആൾക്കാർക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, അല്ലെങ്കിൽ ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഗോൾഡിനാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗോൾഡ് നമ്മൾ ഓൾ ടൈം ഹൈകൾ കാണും എന്ന് പറഞ്ഞു അല്ലേ. ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ ഉള്ള ക്യാൻഡിൽ 3,356 വരെ എത്തി. ഓക്കെ, അത് 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 എന്താ പറയുക, ഭയങ്കര വലിയൊരു മൂവ്മെൻ്റ് ആണ്. ഇവിടുത്തെ ടൈമിങ് 2 മണി. ഓക്കെ, 3,356 വരെ മാർക്കറ്റ് പോയിട്ട് അവിടുന്ന് താഴോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഗോൾഡിൽ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങോട്ട് എന്ന് നമുക്കറിയില്ല. ഇനി ചിലപ്പോൾ ഓൾ ടൈം ഹൈകൾ ഉണ്ടാവാം. ഇന്നത്തെ ലോ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് 3,310 വരെ പോകും എന്നുള്ളതാണ്. ഓക്കെ, അത് ഇവിടുന്ന് മുകളിലോട്ട് പോകും, ഓൾ ടൈം ഹൈകൾ വീണ്ടും ഉണ്ടാവും എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഗോൾഡിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. സോ എന്തായാലും ഗോൾഡിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഫണ്ടമെൻ്റൽസിലോട്ട് നമ്മൾ പോകുമ്പോൾ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് ഭയങ്കരമായ ന്യൂസുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ടല്ലോ. എന്തിനാണ് ഫണ്ടമെൻ്റൽ ന്യൂസ് അല്ലേ, കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസൊക്കെ എന്തിനാണ്. സോ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മെയിനായിട്ടും വരുന്ന ന്യൂസ് വന്നിട്ട് യൂറോ സോണിൽ നിന്നാണ്. ഓക്കെ, യൂറോ സോണിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടാവും. ഉച്ചയ്ക്ക് 1:15 UK ടൈമിംഗ് 1:15 ഈ പറയുന്ന പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. അതിനുശേഷം ന്യൂ ഹോം ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും ഉണ്ട്. അപ്പം യൂറോ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വൈകുന്നേരത്തിന് ഇന്ത്യൻ ടൈമിംഗ് വൈകുന്നേരം മുന്നേ ആയിട്ട് മാറി നിൽക്കുക. ഓക്കെ, ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പറയുന്ന എന്താ പറയുക, താരിഫിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലേ. അപ്പം എന്താ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒറ്റ മിനിറ്റ്. സോ ഞാൻ നേരത്തെ പറയാറുണ്ട്, ഇവിടെ നമ്മൾ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് പോകും. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറയാറുള്ളത് പോലെ നമ്മളുടെ താരിഫിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന കുറേ ജോബ് ഡേറ്റയിൽ ഉണ്ടാവുന്ന വ്യത്യാസം അല്ലേ. സോ പല ആൾക്കാർ ഇപ്പം സാധനങ്ങളുടെ വില കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, സാധനങ്ങളുടെ വില കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, ആൾക്കാർ സാധനങ്ങൾ മേടിക്കാതിരിക്കുന്നൊരു സിറ്റുവേഷനിലോട്ട് വരും അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ കുറയും, ആൾക്കാരുടെ ജോലി കുറയും. അപ്പം അങ്ങനത്തെ ഒരു റിലേറ്റ് ചെയ്ത് നമ്മൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ടിട്ട് തന്നെ ഈ വട്ടത്തെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിന് നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ പോവുക. ഓക്കെ, ഒരു നല്ലൊരു വോളറ്റാലിറ്റി ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇന്നലെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഫെഡ് ചെയറിൻ്റെ സ്പീച്ചാണ്. അപ്പോൾ ഫെഡ് ചെയറിൻ്റെ സ്പീച്ചിനകത്ത് എന്ത് സംഭവിച്ചു, അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ക്യാൻ ബി ലീഡിങ് ടു റിസഷൻ എന്നുള്ളൊരു കാര്യമൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ അതൊരു ലോങ് ലാസ്റ്റിംഗ് പ്രോബ്ലം ആയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള പ്രിക്കോഷൻസ് US ഗവൺമെൻറ് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ആക്ച്വലി നമ്മുടെ പവൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ജപ്പാൻ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ അനൗൺസ് ചെയ്യും. അപ്പം ഇതൊക്കെയാണ് ബേസിക്കലി ഇന്നലത്തെ ദിവസം നടന്നതും ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനകത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്. നാളെ നമുക്ക് മാർക്കറ്റ് ഡിസ്കഷൻ ഉണ്ടാവില്ല. കാരണം എന്താണ്,
നാളെ നമുക്ക് ഗുഡ് ഫ്രൈഡേ ആണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് അവധിയായിരിക്കും, മാർക്കറ്റ് ഒന്നും അനങ്ങത്തില്ല. അതേപോലെ തന്നെ തിങ്കളാഴ്ച മാർക്കറ്റിൽ വളരെ സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും ഈസ്റ്റർ പ്രമാണിച്ച്. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈസ്റ്റർ പ്രമാണിച്ച് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാരണം ചെറിയ മൂവ്മെൻ്റ് ആകുമ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സൊക്കെ വന്ന് ട്രേഡ് ചെയ്ത് മാർക്കറ്റ് കുളവാക്കി നമ്മുടെ സ്റ്റോപ്പ് ലോസുകൾ അടിച്ചു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അടുത്ത ചൊവ്വാഴ്ച ട്രേഡ് ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ ഫണ്ടമെന്റൽസിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അടുത്ത ആഴ്ചത്തെ ഫണ്ടമെന്റൽസിനെ കുറിച്ച് നമുക്ക് തിങ്കളാഴ്ച ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞു പോയി കഴിഞ്ഞാൽ മൺഡേ നമുക്ക് IMFന്റെ മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, ലോ മാർക്കറ്റ് മൂവ്മെന്റ് ആയിരിക്കും. IMFന്റെ മീറ്റിംഗ് നമ്മൾ സാധാരണ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമല്ല. IMF മീറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ എന്നിരുന്നാലും അത് ഈ വട്ടം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടിട്ട്. ഓക്കെ, പിന്നീട് നമുക്ക് ബാക്കി കാര്യങ്ങൾ, ബാക്കിയുള്ള ഫണ്ടമെന്റൽസ്, അടുത്ത ആഴ്ചത്തെ ഫണ്ടമെന്റൽസിനെ കുറിച്ച് നമുക്ക് തിങ്കളാഴ്ച ഡിസ്കസ് ചെയ്ത് പോവാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 142.79. ഇന്നലെ നമ്മൾ പലവട്ടം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ കാര്യം എന്താണ്? 142 നമുക്ക് ബൈ ചെയ്യാം, 141.50 താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാം. ഓക്കെ, എത്ര വട്ടം വന്നു? 142 1, അതിനുശേഷം 2 വട്ടം. ഓക്കെ, ഇന്നലെ ഒരു